കേരളത്തിലെ അവാർഡ് സിനിമകൾ പോലെയാണ് ഇപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥിതി. അതായത് അവാർഡ് സിനിമകൾ നമുക്കറിയാം, ആളുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നോക്കിയിരിക്കും, അല്ലെങ്കിൽ ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, ഇങ്ങനെ ആരും ഒരക്ഷരം മിണ്ടുന്നില്ല. ഇതുപോലെയാണ് ഡെമോക്രാറ്റിക് പാർട്ടി ഇപ്പോൾ. ഒരക്ഷരം ആരും പറയുന്നില്ല. എന്തെങ്കിലും ഒന്ന് പറ, ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയണ്ടേ, അത് ആരും ചെയ്യുന്നില്ല. അപ്പോൾ ആരാണ് പാർട്ടിയുടെ നേതാവെന്നോ ആ ഈ പാർട്ടിക്ക് നേതാവുണ്ടോ എന്ന് പോലും ആളുകൾക്ക് അറിയില്ലാത്തൊരവസ്ഥ. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ മൈനോറിറ്റി ലീഡർ ചക് ഷൂമർ, സെനറ്റിലെ മൈനോറിറ്റി ലീഡർ, ന്യൂയോർക്കുകാരനാണ്, ന്യൂയോർക്കിലെ സെനറ്ററാണ്. അപ്പോൾ അദ്ദേഹം ട്രംപിൻ്റെ ബജറ്റിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ന്യായം, ഈ ഡെമോക്രാറ്റുകളെ കൊണ്ട് വോട്ട് ചെയ്യിച്ചു. അത് വോട്ട് ചെയ്തിരുന്നില്ലെങ്കിൽ ആളുകൾക്ക് ശമ്പളം കൊടുക്കാതെ, പണമില്ലാതെ സ്ഥാപനങ്ങളെല്ലാം ഡിപ്പാർട്ട്മെൻറ്റുകളിലെല്ലാം അടച്ചുപൂട്ടി സർക്കാർ നിശ്ചലമായേനെ. അപ്പോൾ അത് ചെയ്യുന്നതിന് പകരം ഗവൺമെൻറ്റിന് അനുകൂലമായിട്ട് അവരുടെ കൂടെ നിന്ന് അത് ബജറ്റ് പാസ്സാക്കിയെടുത്തു, താൽക്കാലിക ബജറ്റ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ന്യായം, ഈ സർക്കാർ അടച്ചുപൂട്ടി കഴിഞ്ഞാൽ ഈ എലോൺ മസ്കും ട്രംപുമാണ് തിരിച്ചു വരാൻ പല ഡിപ്പാർട്ട്മെൻറ്റുകളും വേണമെങ്കിൽ അവരങ്ങ് നിർത്തിക്കളയും. ആളുകൾ ഏതായാലും ഡിപ്പാർട്ട്മെൻറ്റുകളൊന്നും ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, അത് കാരണം പിന്നെ ഇനിയിപ്പോൾ തൽക്കാലം വേണ്ട, ഇനി അത് ആവശ്യമില്ല എന്ന് തീരുമാനിച്ചു കളയും. അത് ജീവനക്കാരെയും ആളുകളെയെല്ലാം വളരെയധികം ബാധിക്കും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ അനുകൂലമായിട്ട്, ബജറ്റിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധം പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. AOCയും അതുപോലുള്ള ആളുകളെല്ലാം ശക്തമായ വിമർശനവും അഴിച്ചുവിടുന്നുണ്ട്. അങ്ങനെയാണെന്ന് പറഞ്ഞാലും, എങ്ങനെയൊക്കെ പറഞ്ഞാലും, ഈ പാർട്ടിയുടെ ഒരു ദേശീയ നേതൃത്വമോ ദേശീയ തലത്തിലുള്ളൊരു പ്രതികരണമോ ഒരിടത്തും കാണുന്നില്ല. ട്രംപ് ഭരണകൂടം നടത്തുന്ന ഓരോ കാര്യങ്ങൾക്കെതിരെയും ശക്തമായൊരു നിലപാട് പാർട്ടിയിൽ നിന്ന് ഉണ്ടാവുന്നില്ല. അല്ല, പാർട്ടി കാണിച്ചു വെച്ചതുകൊണ്ടാണല്ലോ ട്രംപ് അധികാരത്തിൽ വന്നത്. പാർട്ടി മര്യാദയ്ക്കൊക്കെ പെരുമാറിയിരുന്നെങ്കിൽ, മര്യാദയ്ക്ക് ഈ അതിർത്തികളിലൊക്കെ ന്യായമായിട്ടുള്ള ആളുകളെ മാത്രം കടത്തിവിടുകയും അല്ലാത്തവരെ തിരിച്ചയക്കുകയും അല്ലെങ്കിൽ അല്ലാത്തവർ വരാതിരിക്കാനുള്ള അവസ്ഥ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഈ ഗതികേട് വരില്ലായിരുന്നു. അതുപോലെ തന്നെ സാമ്പത്തിക രംഗമാണെങ്കിലും അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ. അതിനു പകരം ഇതൊന്നും വേണ്ട, ഇതൊന്നും പ്രശ്നമല്ല, ഞങ്ങൾ ഈസി ആയിട്ട് ജയിച്ചു വരുമെന്നുള്ള ഒരു ആത്മവിശ്വാസ കൂടുതൽ കൊണ്ടാണ് കമലാ ഹാരിസ് രംഗത്ത് വന്നത്. ഒരിക്കൽ പോലും അവർ തോറ്റുപോകാനുള്ള സാധ്യതയുണ്ടെന്ന് അവർ ചിന്തിച്ചതായിട്ട് തോന്നുന്നില്ല. അപ്പം തന്നെ അങ്ങനെയുള്ളവരാണ് സാധാരണ നിലയിൽ പരാജയപ്പെടുന്നത്. നമുക്കറിയാം, ഈ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഇലക്ഷനെ പറ്റി പറയുന്നത്, ഈ പ്രസിഡന്റ് സ്ഥാനാർത്ഥി എപ്പോഴും രണ്ട് പ്രസ്താവന എപ്പോഴും കയ്യിൽ കരുതിയിരിക്കും. വിജയിച്ചാൽ പറയേണ്ട പ്രസ്താവന ഒന്ന്, തോറ്റാൽ പറയേണ്ട പ്രസ്താവന വേറൊന്ന്. അപ്പോൾ ആ കരുതൽ എപ്പോഴും ഉണ്ടായിരിക്കും എന്താണ് പറയേണ്ടതെന്ന്. അപ്പോൾ ഇവരങ്ങനെ വിചാരിച്ചതേയില്ല, തോക്കുമെന്ന് വിചാരിച്ചതേയില്ല, പക്ഷേ തോറ്റുപോയി. അതിനുശേഷം കമലാ ഹാരിസിനെ പറ്റി കാര്യമായി ഒന്നും കേൾക്കാനില്ല. 2 ബില്യണോ മറ്റോ കളക്ട് ചെയ്താണ് അവർ ഇലക്ഷന്. പിന്നെ അവരൊരു സ്ഥാനാർത്ഥി അത്രയും പണം കളക്ട് ചെയ്തിട്ടില്ല. എന്നിട്ട് ആ പണമെല്ലാം അടിച്ചു പൊടിച്ചു. എന്നിട്ട് പിന്നെ കടം കൂടി ഉണ്ടായിരുന്നു പ്രചാരണത്തിന്. അതിന് വേണ്ടിയിട്ട് പിന്നെ പണപ്പിരിവിന് വേണ്ടിയിട്ട് ആഹ്വാനമൊക്കെ ഉണ്ടായിരുന്നു. എത്ര പേര് കൊടുത്തു എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ 2 ബില്യണൊക്കെ കൂടെ നിന്നവർക്കൊക്കെ, ഓപ്ര വിൻഫ്രി, ആൽ ഷാർപ്ടൺ, ഇവർക്കെല്ലാം വാരിക്കോരി കൊടുത്തു എന്നാണ് പറയുന്നത്. എന്തായാലും പരാജയപ്പെട്ട ശേഷം അവരും കാര്യമായ മിണ്ടാട്ടമില്ല. പിന്നെ ഉള്ളത് നമ്മുടെ കാലിഫോർണിയ ഗവർണറാണ്, ഗാവിൻ ന്യൂസമാണ്. അദ്ദേഹമാണ് ഇനി അടുത്ത ഒരു പാർട്ടി നേതാവും അടുത്തൊരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും ഒക്കെ ആകുമെന്ന് കരുതുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നല്ലൊരു കമൻറ്റ് ഏതോ റിപ്പബ്ലിക്കൻ ഫോറത്തിൽ കണ്ടതാണ്. ആ കാലിഫോർണിയയിൽ നിന്നുള്ള സുന്ദരൻ വരുന്നുണ്ട്, അങ്ങേരോട് പറഞ്ഞാൽ ഈ പഴയ നയങ്ങളുമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്ന് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ വന്നു പോകരുത് എന്ന്. അപ്പോൾ ഈ ഒരുവിധപ്പെട്ട LGBTQ അബേർഷൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം എക്സ്ട്രീം നിലപാടുകൾ, എക്സ്ട്രീം ഇടതുപക്ഷ നിലപാടുകൾ എടുത്ത വ്യക്തിയാണ് ഗവർണർ ഗാവിൻ ന്യൂസം. അദ്ദേഹം മേയറായിരുന്ന കാലം മുതൽ ആണ് അതിശക്തമായ ഇടതുപക്ഷത്തേക്കുള്ളൊരു പോക്ക്. ഈ ഡെമോക്രാറ്റിക് പാർട്ടി തീവ്ര ഇടതുപക്ഷത്തേക്ക് നീങ്ങുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെ ഈ ന്യൂസമിൻ്റെ നടപടികളായിരുന്നു എന്ന് വിലയിരുത്തുന്നവരുണ്ട്. അപ്പം അതേ ആശയങ്ങളും കൊണ്ട് അദ്ദേഹം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് വന്നു കഴിഞ്ഞാൽ, സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു വയാ മീഡിയ ആണ് നല്ലതെന്ന് ഡെമോക്രാറ്റിക് പാർട്ടി ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടുത്തെ ആളുകൾ തീവ്ര ഇടതുപക്ഷക്കാരൊന്നും അല്ല, എന്നാൽ തീവ്ര വലതുപക്ഷക്കാരുമല്ല. ഇതിൻ്റെ ഇടയ്ക്കൂടെ പോകുന്ന എല്ലാവർക്കും എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു നിലപാട്. ഇതിപ്പം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഇലക്ഷൻ പ്രചാരണത്തിലൊക്കെ കേട്ടതെന്താണ്, ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു, ഞാൻ പാർട്ടി മാറാൻ പോവുക, റിപ്പബ്ലിക്കൻ ആകാൻ പോവുക എന്ന് പറഞ്ഞ്. കാരണം സഹി കേട്ടിട്ട്
രാവിലെ മുതൽ പ്രചാരണത്തിന് കേൾക്കുന്ന എന്താണ്? അബേർഷൻ, അബേർഷൻ. അവരുടെ തേങ്ങാക്കൊല, അത് അബേർഷനല്ലേ പുഴുങ്ങി തിന്നുന്നത് നമ്മൾ. അതുപോലെ തന്നെ LGBTQ. എന്നിട്ടിപ്പോൾ എന്തായി? അബേർഷൻ എവിടെ പോയി? LGBTQ എവിടെ പോയി? ഇങ്ങനെ ഓരോ രീതിയിലും ഈ ഒബാമയുടെ കാലം മുതൽ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ആ തീവ്ര നിലപാടുകൾ നമുക്കറിയാം. ഈ മതവിശ്വാസങ്ങളെ തീവ്രമായിട്ട് എതിർക്കുക. അല്ലെങ്കിൽ ഇവിടെ ഒരു 95% ആളുകളും ക്രിസ്ത്യൻ നാമധാരികളാണ്. ക്രൈസ്തവ വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബാക്കി 5% പേരേ ഉള്ളൂ അല്ലാത്തവരുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരു രാജ്യത്താണ് മതവിശ്വാസങ്ങളെയൊക്കെ അന്ധമായിട്ട് എതിർക്കുക, തീവ്രമായിട്ട് എതിർക്കുക. അപ്പം അങ്ങനെയൊക്കെയുള്ള നടപടികളാണ്. ഇപ്പം ഒബാമ ഏതോ യൂണിവേഴ്സിറ്റി ചെന്നപ്പോൾ, കാത്തലിക് യൂണിവേഴ്സിറ്റി ചെന്നപ്പം അവിടെ ക്രിസ്തുവിൻ്റെ ഒരു പ്രതിമ ഇരിക്കുന്നു. ആ പ്രതിമ മറച്ചു വെച്ചു. അപ്പം ഒബാമ നല്ല ക്രിസ്ത്യാനിയാണെന്നാണ് പറയുന്നത്. എന്നിട്ടാണ് ആ രീതിയിൽ ഉള്ള തീവ്ര നിലപാടുകളൊക്കെ എടുത്തത്. അപ്പം അതൊക്കെ ആളുകളെ വാസം പറഞ്ഞാൽ അലോസരപ്പെടുത്തി. എന്നാൽ പോലും ക്രൈസ്തവ ആദർശങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ് ഒബാമയും ബൈഡനും ഒക്കെ എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. ട്രംപിനെ പറ്റി ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിലും ഒക്കെ ആ ആശയങ്ങൾ എത്രമാത്രം അദ്ദേഹം പാലിച്ചാണ് ജീവിച്ചതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് അത്ര ഉറപ്പില്ല. നേരെ മറിച്ച് ഈ പറയുന്നത് ഈ മറ്റുള്ളവർ അങ്ങനെയൊക്കെ തന്നെ ജീവിച്ചവരാണെങ്കിൽ കൂടി അവരുടെ പ്രവർത്തനങ്ങളിൽ മറ്റു രീതിയിൽ കണ്ടു. എന്തായാലും ഈ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഒരു റീതിങ്കിങ്ങിൻ്റെ സമയമാണിത്. ധിക്കാരം പിടിച്ചവർ ഇപ്പം ഈ ഇന്ത്യക്കാരിയാണെങ്കിൽ നീരാ ടാണ്ടനെ പറ്റി അവരുടെ ഒരു ഇൻ്റർവ്യൂവിനെ പറ്റി പറയുന്നത് കിട്ടും. ആ ധിക്കാരത്തോടെയും അഹങ്കാരത്തോടെയും ഒക്കെ ജനങ്ങളെ അഭിമുഖീകരിച്ചിട്ട് കാര്യമില്ല. കാരണം തെറ്റുകളും നയങ്ങളിൽ വന്നിട്ടുള്ള പോരായ്മകളും തിരുത്താനും മെച്ചപ്പെടുത്താനുമുള്ള ഒരു സംവിധാനം, ഒരു മനസ്ഥിതിയാണ് കാണിക്കേണ്ടത്. ശക്തമായ ഒരു പ്രതിപക്ഷമായിട്ട് നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പാർട്ടിയെ കൊണ്ട് എന്ത് ഗുണം? എന്തായാലും നമ്മുടെ ഈ സ്ഥിതിയിലൊരു മാറ്റം വരുമെന്ന് കരുതാം. ഒരു നേതൃത്വം, ആരെങ്കിലും ഒരു നേതൃരംഗത്തേക്ക് വരുമെന്ന് കരുതാം. കമലാ ഹാരിസ് തന്നെ വീണ്ടും ഒന്നുകൂടെ മത്സരിക്കാനുള്ള പ്രായം, അതിനൊക്കെ പ്രായമേ ആയിട്ടുള്ളവർക്ക് 60 വയസ്സേ ആയിട്ടുള്ളൂ. അംഗത്തിന് ഇനിയും ബാല്യമുണ്ട്. പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു നേതൃത്വ പാടവം അവർ കാണിക്കുന്നില്ല.